ഓണക്കല്ലേ എന്തെങ്കിലും പരിപാടിയൊക്കെ നടക്കുവോ? എന്താ ഇന്നെന്തെങ്കിലും കൂടണ്ടേ? എന്തപ്പ ചെയ്യാ? ഞാനും അതന്നെ ആലോചിക്കണത്. ഒരു പരിപാടി ഇല്ലാതിരിക്കാണ്. ആചാര്യ ചാടിക്കാൻ പോയിട്ടുണ്ട്. ഇജ്ജൊരു കാര്യം ചെയ്യുവോ? ഇജ്ജിന്റെ പേരും പറഞ്ഞാണ്ട് എങ്ങനെയെങ്കിലും ആചാര്യത്തിന് കുറച്ച് പൈസ വാങ്ങാൻ പറ്റുമോ? അതൊരു ഐഡിയ ആണ്. ഇജ്ജൊരു കാര്യം ചെയ്യ്. ഞാൻ ആ ഐഡിയക്ക് കളിച്ചോളാം. വാ എന്നാല് നമുക്ക് ആചാരെ പറ്റിക്കാം. ആചാരെ, എന്താടാ? ആചാരെ, ആ, ഒരു 2000 റുപ്യ അർജന്റായി വേണ്ടിയിരുന്നു. എന്തിനാ എനിക്ക് 2000 റുപ്യ? എന്റെ സ്നേഹിതന്റെ അടുത്തുനിന്ന് കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കാണ്ടായിരുന്നു. മയമീന്റെ മോനല്ലേ? ആ, അനക്ക് ഇപ്പോഴും ഇത് തന്നെ പരിപാടിയില്ലേ? കാര്യമായിട്ട് പണിക്കൊന്നും പോലില്ല. എടാ വല്ല പണിക്കും പോയിക്കൂടെ എനിക്ക്? നാട്ടിൽ പണിയില്ലാതെ ഓരോരുത്തരും നടക്കും. എന്നിട്ട് ഹാജിയരെ മയമാലി എന്നൊക്കെ പറഞ്ഞിങ്ങനെ അത് പിന്നെ ആചാര്യ, മാറിക്കണത്. ഓരോ ആൾക്കാരുണ്ട് വരും കായ് വിരിക്കാനായിട്ട്. ഇത് വണ്ടി എടുത്താ എന്താ ചെക്കന്മാരെ ചോറ? അതെനിക്ക് മനസ്സിലായില്ല. അതൊക്കെ ഇവിടുത്തെ സ്ഥിരം തിരിച്ചിലുള്ള ആളുകളാണ്. അതാ ഒരാള് 10 കായ് ഉണ്ടാക്കി ദുബായിൽ നിന്നിട്ട് വന്നു കഴിഞ്ഞാല് ഇവിടെ വരും 1000 2000 വെച്ചാൽ ഒരു ലോക തിരിച്ചിലേറാണ് ഇവിടുത്തെ. അതുകൊണ്ട് നമ്മള് പോവാ. വിട്ടുവിട്. എന്തായാലും ആചാര്യത്തോട്ട് വല്ല നടക്കുവോ? അതൊന്നും നടപടിയാവില്ലടൂ. അയാൾ ആനക്കഞ്ഞിയാണ്. അയാള് ഒരു ഉപകാരം ചെയ്തു, ഒരാൾക്കൊരു ഉപകാരം ചെയ്യാത്ത സാധനമാണ് അക്കി ആചേരി. ആചേരി തന്നെ പേര് തന്നെ ഉള്ളൂ. നാട്ടുകാർക്ക് ഉപകാരം ഇല്ല, തിരക്കാർക്ക് ഉപകാരം ഉണ്ടെന്നാ അതും അറിയും. അല്ല സുഖേ, എന്താ നമ്മൾ ചെയ്യാ? ഇക്കൊല്ലത്തെ ഓണം ആകെ പ്രശ്നമുള്ള. ഞാൻ പ്രതീക്ഷിച്ചമാതിരി ഒരു കാര്യം നടന്നില്ല. എന്ത് ചെയ്യും? കുട്ടികളൊക്കെ വരുന്നല്ലേ, എന്താ ചെയ്യാൻ നമ്മള്? സാറില്ല ഏട്ടാ, ഒക്കെ ശരിയാവും. ദൈവം എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാവും. ശിവ, ആചാരാ, ഞാൻ കുറച്ച് ദിവസമായി ഇങ്ങോട്ട് വരണോന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷേ പാടത്ത് പണിക്കാരും ഒക്കെ ആയിട്ട് ഒരു ഒഴിവ് കിട്ടണ്ടേ? ഓണത്തിന് ആദ്യമായിട്ടാണ് ഞാൻ നാട്ടിൽ പോയി. എനിക്കിപ്പോ സന്തോഷായി. സുഖേ, ആചാര്യ ഒന്നും കണ്ടില്ലേ കുടിക്കാൻ തന്നെ? ശിവജി അവിടെ ഇരിക്കേ. നമുക്കിപ്പോ വള്ളവും കാര്യം ഒന്നും വേണ്ട. ഞാൻ ആ മയമീന്റെ കടയിൽ പോയിട്ട് ചായ ഇതൊക്കെ കുടിച്ചു വരികയാണ്. ഇപ്രാവശ്യം ഓണം എന്റെ കൂടെ അല്ലേ? ആദ്യമായിട്ടല്ലേ ഞാൻ ഓണത്തിന് നാട്ടില്. അപ്പൊ ശിവ, ഒരു വിഷമം എനിക്ക് വേണ്ട. ഞാൻ ഇവിടെ വന്ന് എന്തെങ്കിലും തിന്നില്ല എന്നുള്ളതല്ല. ഞാൻ ഈ ഓണം എന്റെ കൂടെ കൂടിയിട്ടേ ഓണുള്ളൂ. എന്തിയേ, സന്തോഷായില്ലേ? എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. വാ നമ്മള് പിന്നെ ഇതവിടെ വെച്ചു. ഞാൻ ഡ്രൈവർ എടുത്ത് എല്ലാ സാധനവും എനിക്ക് ഒരു മാസത്തിലുള്ള എല്ലാ സാധനവും കൊടുത്തിട്ടുണ്ട്. അത് ഇതൊന്നും വിചാരിക്കണ്ട. നമ്മൾ തമ്മിൽ എത്രയോ കാലമായിട്ടുള്ള ബന്ധമാണ്. കുട്ടിക്കാലത്ത് നമ്മൾ ഓണം എങ്ങനെയാണ് ആഘോഷിച്ചത് അതേപോലെ ഇപ്രാവശ്യം ഈ പടിക്ക് നമ്മൾ ഓണം ആഘോഷിക്കും. ഞാൻ വിട്ടു.